ഒന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, വിദ്യയ്ക്ക് വേണ്ടിയിട്ടാ. നിന്നെപ്പറ്റ നിന്റെ അമ്മയ്ക്ക് വേണ്ടി. മുമ്പില്ലാത്ത സ്നേഹം വെല്ലളിയനും രഘുനാഥനും നന്ദനോട് കാണിക്കും. അത് സ്വത്ത് നിന്റെ കയ്യിൽ നിന്ന് അവരുടെ പേരിലേക്ക് അടിച്ചു മാറ്റാനുള്ള അടവാ. ഓരോ ആളിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അറിയാലോ? ഗുഡ്. ഉദയന്നൂർ അമ്മയുടെ മുതൽ ജഗന്നാഥവർമ്മയും രഘുനാഥനും അനുഭവിക്കണോ അതോ വിദ്യാഭാരതി അനുഭവിക്കണോ? നന്ദന തീരുമാനിക്കേണ്ട കാര്യ. യാതൊരു സ്വാർത്ഥതയുമില്ലാതെ ഞാൻ പറയുന്നു, സ്വത്ത് വിദ്യക്ക് കിട്ടണമെങ്കിൽ നന്ദന വിചാരിക്കണം. എന്റെ കയ്യിലുള്ള വിൽപ്പത്രത്തിലേതുപോലെ കാര്യങ്ങൾ നടക്കണം. അതിന് നീ തടസ്സം നിൽക്കരുത്. ഇത്രയും പറഞ്ഞത് എന്റെ മര്യാദയുടെ ഭാഷയിൽ. ഏത് ഭാഷ പ്രയോഗിച്ചാലും ന്യായെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂ. എന്നെ ഒന്നും ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടണ്ട. എനിക്കെല്ലാം അറിയാം. എല്ലാവരെയും ശരിക്കറിയാം. എല്ലാവരെയും. ഈ പെണ്ണ് ശരിയാവുമെന്ന് തോന്നണില്ല. ഉദയന്നൂര് മുടിഞ്ഞൊടക്കായിരുന്നു അമ്മായി. സ്വത്തുമോഹികളായ കുറെ മക്കളും കൊച്ചുമക്കളും. പറയാൻ തന്നെ നമുക്ക് ലജ്ജ തോന്നും. ഇതാണോ മാതൃസ്നേഹം? ഇതാണോ സഹോദര സ്നേഹം? അല്ല പ്രതാപൻ, ഇത് എന്നോട് പറയുന്നത് എന്തിനാ? കാര്യമുണ്ട് അമ്മായി. അതെ, ഞാൻ പിന്നെ പറയാം. അമ്മായി ഒന്ന് മനസ്സിലാക്കണം. ഉദയന്നൂരുണ്ടായിട്ടുള്ള പ്രധാന പ്രശ്നങ്ങളുടെ എല്ലാം ആണിക്കല്ല് ഈ നന്ദനയായിരുന്നു. ഇപ്പോഴുള്ള ഈ സ്വത്ത് തർക്കത്തിന്റെ സെന്ററിൽ നിൽക്കുന്നതും ഈ നന്ദനയാ. നന്ദന എന്ത് ചെയ്തു? മുത്തശ്ശി വിൽപ്പത്രം എഴുതി വെച്ചതിന് അവളെ പഴിക്കുന്നത് എന്തിനാ പ്രതാപ? ഉദയന്നൂരിന് അർഹിക്കുന്ന സ്വത്ത് മുമ്പേ കിട്ടിയിട്ടുണ്ട് നന്ദനയ്ക്ക്. സ്വന്തം പേരിലുള്ളതെല്ലാം അവൾക്ക് ഇഷ്ടദാനം നൽകിയിട്ടാ സേതുലക്ഷ്മി ട്രെയിനിൽ നിന്ന് ചാടിയത്. ബാക്കിയും കൂടി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ഭാര്യയ്ക്ക് കിട്ടുന്ന മുതലാ അവൾ കൈയടക്കാൻ നോക്കുന്നത്. ഇപ്പൊ അമ്മായി ചോദിക്കും വിദ്യക്ക് പ്രശ്നമില്ലോന്ന്. കിളി പോയി നടക്കുന്ന പാർട്ടിയാ വിദ്യ. ഒരന്തവും കുന്തവും ഇല്ല. 2 ചെക്കന്മാരുള്ളതിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഈ ഞാനാ. അപ്പൊ ഞാൻ വിദ്യയുടെ പക്ഷത്ത് നിൽക്കണോ വേണ്ടയോ? വേണ്ടെന്ന് അമ്മായി പറഞ്ഞാലും ഞാൻ എന്റെ വിദ്യാഭാരതിയുടെ കൂടെ നിൽക്കും. അത് വിട്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ആ പോയിന്റിലേക്കാ ഞാൻ വരുന്നത്. ഉദയന്നൂരിനെ നന്ദന കൊണ്ടുവരുന്ന വസ്തുവകൾ വേണോ ഉദയന് ജീവിക്കാൻ? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. മരുമോളുടെ ശ്രീധരമായ പൊന്നും തൂക്കി നോക്കാനും പണം എണ്ണി തിട്ടപ്പെടുത്താനും ഭൂമി അളന്നു നോക്കാനും അമ്മായി ഇറങ്ങി തിരിക്കുവോ? സ്ത്രീധനോ? അങ്ങനൊരു വാക്കേ ഇവിടെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മായി നന്ദനയ്ക്ക് എക്സ്ട്രാ സ്വത്ത്? ആവശ്യത്തിനുണ്ടല്ലോ. അപ്പൊ അവള് വിചാരിച്ചാൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ നിലവിലുള്ളൂ. സോൾവ് ചെയ്യണം. ഈ വിവരെ അമ്മായി പെണ്ണിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതിനാ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അല്ല, ഞാൻ ഈ വിഷയം സംസാരിക്കാന്ന് വെച്ചാ സംസാരിക്കണം. ഉദയനെ ഞാൻ ഈ ദൗത്യം ഏൽപ്പിക്കാത്തതേ അതുകൊണ്ട് യാതൊരു ബലം ഉണ്ടാവില്ല എന്നറിയുന്നതുകൊണ്ടാ. അമ്മായി അങ്ങനെയല്ല, നോക്കിയും കണ്ടു ചെയ്യും. അതിനുള്ള പവറുണ്ട്. അമ്മായിയുടെ മുമ്പിൽ നന്ദന അധികം ഇടങ്ങേറ് കാണിക്കില്ല. അതുകൊണ്ട് നന്ദന സിമ്പിളായും രമ്യമായും പ്രശ്നപരിഹാരം ഉണ്ടാക്കട്ടെ. ഇനി അതല്ല, എതിർക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ ആ നിമിഷം മുതൽ പ്രതാപവർമ്മ അവളുടെ ശത്രുവായിരിക്കും. നന്ദന അനുഭവിക്കും സ്വത്തല്ല ശിക്ഷ. അവളെ ശിക്ഷ അനുഭവിക്കും.
വിദ്യാഭാരതിയുമായി നന്ദന മത്സരത്തിലാണെന്ന് കേട്ടു. അമ്മയുമായി മത്സരിക്കുന്ന ഞാനല്ല. ആരാണോ അങ്ങനെ പറഞ്ഞത് ആ ആള് തന്നെയാ. അമ്മയോട് മത്സരിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അമ്മയെ തോൽപ്പിക്കാനും അടിച്ചൊതുക്കാനും വരെ എത്രയോ തവണ ഭർത്താവ് ശ്രമിച്ചിരിക്കുന്നു. അമ്മയെല്ലാം ഉള്ളിലമർത്തി നടക്കുന്നതുകൊണ്ട് പുറത്താരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. സ്വത്തുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇപ്പോഴത്തെ തർക്കം. വിദ്യയ്ക്കത് വിട്ടുകൊടുത്തൂടെ മോളെ നിനക്ക്? പ്രശ്നം അതോടെ തീരുവല്ലോ. വിദ്യയ്ക്ക് സ്വസ്ഥതയും കിട്ടും. ഞാൻ ആ സ്വത്ത് കൈയടക്കി വെച്ചിരിക്കല്ല. അതെനിക്ക് വേണ്ടതാനും അമ്മയ്ക്കും വേണ്ട. പക്ഷേ അത് അശ്വിന്റെ അച്ഛനെ കിട്ടരുത്. കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞാൻ. പ്രതാപനോട് എന്താ ഇത്ര വാശി? വാശി എനിക്കല്ല, എന്നോടാ. അതിപ്പോഴെങ്ങും തുടങ്ങിയതല്ല, പകയാ. പറയാനാണെങ്കിൽ ഏറെയുണ്ട്. വിദ്യയുടെ പേരിൽ ഭാഗീരഥി അമ്മ വിൽപ്പത്രം എഴുതി വെച്ചതല്ലേ? മുത്തശ്ശിക്ക് അതായിരുന്നു ആഗ്രഹമെങ്കിൽ അതിൽ നന്ദനി ഇടപെടുന്ന എന്തിനാ? മുത്തശ്ശി എഴുതി വെച്ചതൊന്നും അല്ല അമ്മേ, വ്യാജ വിൽപ്പത്രമാണത്. വ്യാജമാണെങ്കിൽ ആരാ അതുണ്ടാക്കിയത്? അവകാശവാദവുമായിട്ട് വന്നവർ തന്നെ. പ്രതാപൻ അങ്ങനെ ചെയ്തെന്നാണോ നന്ദന പറയുന്നത്? ഞാനായിട്ടൊരാളുടെ പേര് ചീത്തയാക്കണ്ടെന്ന് കരുതി ഇതുവരെ പറയാതിരുന്നതാ. കള്ള വിൽപ്പത്രം വെച്ച് സ്വത്ത് തട്ടിയെടുക്കാൻ പ്രയാസമാണെന്ന് കണ്ടപ്പോ പുതിയ അടവായിട്ട് വന്നതാ. അമ്മയ്ക്ക് സ്വത്ത് നേടിക്കൊടുക്കാനെന്നാണ് പറച്ചില്. കയ്യെ കിട്ടിക്കഴിഞ്ഞാ അതിന്റെ ഒരു പങ്ക് പോലും അമ്മയ്ക്ക് അനുഭവിക്കാൻ കൊടുക്കില്ല. ഇവിടെ വരുമ്പോ അമ്മയെ കാണുന്ന ആളൊന്നുമല്ല അശ്വിന്റെ അച്ഛൻ. എന്റെ അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാ. എന്റെ അച്ഛനെക്കുറിച്ചും എന്നെക്കുറിച്ചും കുത്തുവാക്കുകൾ പറഞ്ഞ് ഇപ്പോഴും എന്റെ അമ്മയെ വേദനിപ്പിക്കാറുണ്ട്. ശാരീരികമായ ഉപദ്രവവും ഉണ്ട്. മുത്തശ്ശിക്ക് ഏറ്റവും വലിയ മനപ്രയാസമായിരുന്നു ഇങ്ങനൊരു മരുമകൻ. ആ മനുഷ്യൻ തന്റെ സ്വത്ത് കൈയടക്കിയ മുത്തശ്ശിയുടെ ആത്മാവ് പൊറുക്കില്ല. നീ ഈ വിഷയത്തിലൊന്ന് ഇടപെട്ടേ പറ്റൂ ഉദയ. നന്ദന പറയുന്നത് കേട്ടിട്ട് അത്ര പന്തിയല്ല കാര്യങ്ങളൊക്കെ. പ്രതാപന്റെ നിലപാടും കുഴപ്പമാ. നീ ഒന്ന് ഇടപെട്. ഏത് വിഷയത്തിൽ ഇടപെടണമെന്ന് വ്യക്തമായില്ല. നന്ദനെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ലേ ഇവനോട്? ഓ, പരസ്പരം ധാരണയുടെ കൂട്ടത്തിൽ ഈ വിഷയങ്ങളൊന്നും ഉൾപ്പെടില്ലായിരിക്കും. അത് ഞാൻ ഓർത്തില്ലല്ലോ. ഉദയന്നൊരു ഓഹരിയുടെ കാര്യമാ. ഭാഗീരഥി അമ്മയുടെ ഷെയർ നന്ദനയ്ക്ക് കൊടുത്തുകൊണ്ട് അവരൊരു വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ വിദ്യയ്ക്കാണത് കിട്ടാനുള്ള അർഹതയെന്നും പറഞ്ഞ് തർക്കവുമായി ഇറങ്ങിയിരിക്കുകയാണ് പ്രതാപൻ. സ്വത്ത് സ്വന്തം കയ്യിലാക്കുകയാണ് പ്രതാപന്റെ ലക്ഷ്യമെന്ന് നന്ദന പറയുന്നു. ഒരാൾക്ക് അർഹതയില്ലാത്തത് അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. എനിക്കാരുടെയും സ്വത്ത് വേണ്ട. നീയത് കൈവശപ്പെടുത്തണമെന്നല്ല പറഞ്ഞേ. എന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം നന്ദനയ്ക്കും വേണ്ട. മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഭാര്യ ആയിരിക്കുന്നിടത്തോളം വേണ്ടെന്നല്ലേ പറഞ്ഞത്? അത് ന്യായം. ഭർത്താവിന് അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്റെ ഭാര്യ പദവിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ബാക്കി നിൽപ്പുണ്ട്. ഭാര്യാസ്ഥാനം ഉറപ്പിക്കാൻ കാലാവധി നിശ്ചയിക്കുകയാണല്ലോ. ആ സമയപരിധി എത്തുമ്പോ വേണ്ടെന്ന് പറഞ്ഞെന്നെ പുറത്താക്കിയാലോ? പുറത്താക്കില്ലെന്ന് ഉറപ്പ് പറയാൻ ഇപ്പോഴെന്തായാലും പറ്റില്ല. പറ്റൂ?
ഫലത്തിൽ എനിക്ക് കിട്ടേണ്ട സ്വത്ത് കൂടി നഷ്ടപ്പെടും. ഒന്നും വേണ്ടെന്ന് പറയാനും മാത്രം ത്യാഗിയല്ല ഞാൻ. എല്ലാവരും കൈയൊഴിയുന്നൊരു ഘട്ടം വന്നാ ജീവിച്ചു പോകാനൊരു പിടിവള്ളി വേണ്ടേ? എനിക്കൊന്നും തരണ്ട. ബന്ധം വേർപ്പെടുത്തുമ്പോ ഈ ജീവനാംശം എന്നൊക്കെ പറയുമല്ലോ, അതൊന്നും വേണ്ട. എന്റെ കയ്യിലുള്ളത് തട്ടിപ്പറിച്ച് വേറെ ആർക്കും കൊടുക്കാതിരുന്നാ മതി. അത്രയെങ്കിലും സന്മനസ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിന്നെ ഭീഷണിയുടെ സ്വരത്തിലാ പ്രതാപൻ സംസാരിച്ചിട്ട് പോയത്. എന്നെ കൊല്ലൂന്നായിരിക്കും. അതൊരു പുതിയ കാര്യമല്ല. മുമ്പും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, വകവരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്താ? ഉദയന്നൂര് വെച്ച കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ആളെ പിടിച്ചു. അയാളുടെ മൊഴി അനുസരിച്ച് പണം കൊടുത്ത് കുത്താൻ ഏൽപ്പിച്ചത് സ്വന്തത്തിൽപ്പെട്ടവർ തന്നെയാ. ഉദയന്നൂർ അശ്വിന്റെ അച്ഛനല്ലാതെ മറ്റാരാ അതിന് തയ്യാറാവുക? അന്നത് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഇനി ഭീഷണിക്കപ്പുറം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവില്ല. അഥവാ പോയാലും എനിക്ക് ഭയമില്ല. എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഓരോ പോയിന്റും മനസ്സിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നാണെന്ന് ഇവിടെ ആർക്കും തോന്നാനും പാടില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ആഹാ, ഇതാരൊക്കെയോ വന്നിരിക്കുന്നേ. കാറിന്റെ ശബ്ദം കേട്ട് ആരാ വന്നേന്ന് നോക്കാൻ വരികയായിരുന്നു ഞാൻ. എന്നാ പിന്നെ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ വരുന്ന കാര്യം? ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് തീരുമാനിച്ചതാ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതെ അതെ. അകത്തോട്ടിരിക്കാം. പ്രതിഭ വാ, വരൂ വരൂ, ഇരിക്കൂ. ഉദയേട്ടനും നന്ദനയൊന്നും ഇല്ലേ അമ്മായി? ആ, നിങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും എത്തിയല്ലോ. How are you then? ഫൈൻ. Right. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഉറക്കമായിരുന്നോ നന്ദനെ? അല്ല, ഉദയേട്ടൻ ഉറക്കമായിരുന്നോ തോന്നുന്നു. പകലുറങ്ങുന്ന പതിവില്ല എനിക്ക്. ഉദയനൂരെ കാര്യ കഷ്ടം. അമ്മ പോയതോടെ വീട് ഉറങ്ങിയെന്ന് പറയാലോ. പകൽ സമയം ഞാൻ ഒറ്റയ്ക്കാ. ഉരിയാടാതെ കിടക്കുമായിരുന്നെങ്കിലും അമ്മയുള്ളത് എനിക്കൊരു കൂട്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് പറയുമായിരുന്നു.
ഇങ്ങോട്ട് സംസാരിക്കാൻ വയ്യെങ്കിലും നമുക്ക് അങ്ങോട്ടും മിണ്ടാലോ. ഇപ്പോ ആണെങ്കി അമ്മയുടെ മുറിയിലോട്ട് കേറാൻ തന്നെ മടിയാ. ഒഴിഞ്ഞ കട്ടില് കാണുമ്പോ കണ്ണ് നിറഞ്ഞു വരും. ഇനി അതോർത്ത് വിഷമിച്ചിട്ടെന്താ? മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ പ്രതിഭേ. ആയുസെത്തുമ്പോ ആരായാലും പോയല്ലേ പറ്റൂ. അമ്മ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഒരു സ്പൂൺ കഞ്ഞി തന്നെത്താനെ കോരി കുടിക്കുന്നു ഞാൻ വിചാരിച്ചു. അതുപോലെ ശുശ്രൂഷിച്ചതാണേ ഞാൻ. എന്റെ അമ്മയെ ഞാനിതുപോലെ നോക്കിയിട്ടില്ല. കഴിഞ്ഞൊക്കെ റിപ്പീറ്റ് ഇട്ട് എന്തിനാ പ്രതിഭേ? ശരിയാ, ഓരോന്ന് പറഞ്ഞ് നീ ഞങ്ങളെ കൂടി വിഷമിപ്പിക്കാതെ. അമ്മാവന്മാരും അമ്മായും കൂടി വന്നിട്ട് ഇങ്ങനെ നിന്നാ മതിയോ നന്ദനെ? ചായ കൊടുക്കണ്ടേ? ഓ, ഞാനതങ്ങ് മറന്നു. ഇപ്പൊ ഇട്ടോണ്ട് വരാം. ആ കുട്ടി, എനിക്ക് ഷുഗർ ചേർക്കണ്ട. വിവരങ്ങൾ കേട്ടിട്ട് വസുന്ധരാമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അല്ല, ഉദയന്നൂരെ കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ഉദയൻ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഇക്കാര്യത്തിൽ അമ്മയുടെ നിലപാട് തന്നെ എനിക്കും. അമ്മ നന്ദനയുടെ പേർക്ക് എഴുതി രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രത്തിലെ വ്യവസ്ഥകൾ കോടതി മുഖേന നടപ്പാക്കണമെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. ലീഗലി അതാണല്ലോ ശരി. അമ്മയുടെ സ്വത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നന്ദനയ്ക്കാ. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അമ്മായി, സേതുലക്ഷ്മി നാത്തൂന്റെ വീതവും നന്ദനയ്ക്ക് തന്നെയല്ലേ കിട്ടിയത്? 70 ലക്ഷം രൂപയും 1.5 ഏക്കർ ഭൂമിയും ഓൾറെഡി നന്ദനയ്ക്ക് സേതുനാഥന്റെ ഇഷ്ടദാനമായിട്ടുണ്ട്. MC റോഡിന്റെ സൈഡിൽ അത്രയും ഭൂമിക്ക് തന്നെ കോടിക്കണക്കിന് രൂപ വില വരും. സത്യം പറയാലോ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായിട്ട് പറയാവോ ജഗന്നാഥ? അതായത് വലിയേട്ടാ, പ്രതിഭ പറഞ്ഞോളൂ. ഓക്കെ. അതെ അമ്മായി, ഉദയേട്ടനും കേൾക്കണം. ഉദയന്നൂര് 4 മക്കളുള്ളതിൽ ഇപ്പൊ പെണ്ണെന്ന് പറയാൻ വിദ്യേട്ടത്തി മാത്രമേ ഉള്ളൂ. വല്യേട്ടന് 2 മക്കൾ, ഞങ്ങൾക്കാണെങ്കിൽ 1 മോള്. വിദ്യേട്ടത്തിക്കുണ്ട് അശ്വിനും ആദിത്യനും. ഇങ്ങനെ 5 ചെറുമക്കൾ വേറെ ഉള്ളപ്പോ തറവാട് സ്വത്തിന്റെ 3/4 പങ്കും നന്ദനയ്ക്ക് കിട്ടുന്നത് ന്യായമാണോ? അതിന് യുക്തിയുണ്ടോ? ഇതൊന്നും ആലോചിക്കാതെയാണോ ഭാഗീരഥി അമ്മ വിൽപ്പത്രം എഴുതി വെച്ചത്? ഉള്ളത് പറയാം അമ്മായി. അതിനകത്തൊരു പക്ഷാഭേദമുണ്ട്. ഒരേ പന്തിയിൽ 2 വിളമ്പ്. നന്ദനയോട് അമ്മയ്ക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. മറ്റാരോടും ഇല്ലാത്ത ഒരിഷ്ട കൂടുതല്. ഞാനിത് വെറുതെ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ദേ നന്ദന നിപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. അമ്മയുടെ ഇളയ മകനാണ് ഞാൻ. ഏറ്റവും മൂത്തയാള് വലിയേട്ടൻ. ഇവർക്കാർക്കും കിട്ടാത്ത പരിഗണനയാ നന്ദനയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നന്ദന വാങ്ങിച്ചെടുത്തത്. മുത്തശ്ശിയെ ഞാൻ സ്നേഹിച്ചു. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് മുത്തശ്ശി എനിക്ക് തിരിച്ചു തന്നു. അതാണ് സംഭവിച്ചത്. പിന്നെ നീ കോലോത്ത് വരുന്നവരെ അമ്മ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കല്ലായിരുന്നു. വെറും പാർഷ്വാലിറ്റി, അതാണ് സംഭവിച്ചത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അമ്മായി ചോദിച്ചല്ലോ, ഉദയനൂര് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാതെയാണോ അമ്മ വിൽപ്പത്രം എഴുതിയതെന്ന്. ഞാൻ ഇനിയൊരു സത്യം പറയാം. നന്ദനയുടെ പേരിൽ സ്വത്ത് നീക്കി വെക്കുമ്പോ അമ്മയുടെ മനസ്സിൽ മറ്റൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. എന്നോടൊരുക്കി സൂചിപ്പിച്ചതാ. ധനമോഹിയല്ലാത്ത നന്ദന മറ്റുള്ളവർക്ക് കൂടി വേണ്ടതുപോലെ സ്വത്ത് പങ്കുവെക്കുമെന്ന് അമ്മ വിചാരിച്ചു. സത്യത്തിൽ അതാ സംഭവിച്ചത്. ആ വിവരം നന്ദനയോട് പറയുന്നതിന് മുമ്പ് അമ്മ കിടപ്പിലായി. അമ്മയുടെ ആഗ്രഹം അതായിരുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റുണ്ടോ അമ്മായി?
വിഹിതം കിട്ടാൻ അർഹതയില്ലേ ഞങ്ങൾക്കും കുട്ടികൾക്കും? ആരുടെയും സൈഡ് പിടിക്കാതെ അമ്മായി ഒന്ന് പറഞ്ഞേ. ആ, ഇത് നന്ദൻ അഭിപ്രായം പറയേണ്ട വിഷയമാണ്. എത്ര ഏക്കർ ഭൂമിയുണ്ടെന്നോ എത്ര രൂപ ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടെന്നോ ഇവിടെ ആരും ഈ നിമിഷം വരെ നന്ദനോട് അന്വേഷിച്ചിട്ടില്ല. എത്ര പവന്റെ സ്വർണം ഉണ്ടെന്ന് പോലും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇനിയൊട്ട് ചോദിക്കുകയുമില്ല. ഉദയേട്ടന്റെ അഭിപ്രായം പ്രധാനമാണ്. ഞാനെന്ത് പറയാൻ? എനിക്കൊന്നും പറയാനില്ല. എന്നാ പിന്നെ നന്ദന പറ. എന്തായാലും മുത്തശ്ശി ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. അത് നിരസിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. Yeah.